ഡൽഹി ആര് ഭരിക്കും? ഡൽഹിയിൽ ഇത്തവണ എന്ത് തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കും എന്നുള്ള ഒറ്റ ചോദ്യം തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഡൽഹിയിൽ ഇനി ഏതാനും ദിവസങ്ങൾ, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇലക്ഷൻ നടക്കാനായിട്ടും ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരാനായിട്ടും. അതിനിടയിൽ തന്നെ പലതരത്തിലുമുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ സർവേയൊക്കെ തന്നെ പലതരത്തിൽ കണക്കുകൂട്ടലുകളൊക്കെ തന്നെ പുറത്തു വരുന്നു. അതിനിടയിൽ തന്നെ ഇപ്പോൾ ന്യൂസ് എക്സിൽ വന്ന ചില കണക്കുകൾ, ഒരു സ്പെഷ്യൽ സെഗ്മെന്റ്, അതായത് രാഷ്ട്രീയ നിരീക്ഷകർ, അതോടൊപ്പം തന്നെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ, ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഡൽഹിയുടെ പൾസ് എന്താണ്, ഡൽഹിയിലെ ജനങ്ങളുടെ ആ ഒരു പൾസ് എന്താണ് എന്ന് തിരിച്ചറിയുന്ന തരത്തിലുള്ള ചില രാഷ്ട്രീയ വിശകലനങ്ങൾ, അല്ലെങ്കിൽ എത്രത്തോളം സീറ്റുകൾ ഈ പാർട്ടിക്ക് ലഭിക്കും എന്ന തരത്തിലുള്ള ഒരു കണക്ക് കൂട്ടലുകൾ. ഇതിൽ ന്യൂസ് എക്സിൽ വന്ന ആ ഒരു സ്പെഷ്യൽ സെഗ്മെന്റിൽ വന്ന പൊളിറ്റിക്കൽ എക്സ്പേർട്സ് പറഞ്ഞ ചില കണക്കുകൾ പ്രകാരം തീർച്ചയായിട്ടും വലിയ തോതിലുള്ള അട്ടിമറിക്കും, അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്കും ഡൽഹി സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് അഡ്വക്കേറ്റ് മാനസ്വി തപ്പാർ, അതായത് പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള മാനസ്വി തപ്പാർ പറഞ്ഞ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ തരത്തിൽ BJPക്ക് അവിടെ 32 മുതൽ 40 സീറ്റുകൾ വരെ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. കോൺഗ്രസിന് 0 മുതൽ 7 സീറ്റുകൾ വരെ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. അതോടൊപ്പം തന്നെ AAP 27 മുതൽ 36 സീറ്റുകൾ വരെ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം എന്നുള്ള ഒരു ബലം, എന്നുള്ള ഒരു കണക്ക് കൂട്ടലുകളാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പൊളിറ്റിക്കൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സുമിത് പീർ പറഞ്ഞത് അടിസ്ഥാനത്തിലാണെങ്കിൽ BJPക്ക് അവിടെ 34 മുതൽ 37 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും കോൺഗ്രസിന് അവിടെ 2 മുതൽ 4 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും AAPക്ക് 29 മുതൽ 36 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നുള്ള ഒരു തരം കണക്കാണ്. അതേസമയം പീയൂഷ് പാണ്ഡ് പറഞ്ഞത് അടിസ്ഥാനത്തിലാണെങ്കിൽ BJPക്ക് അവിടെ 13 മുതൽ 15 സീറ്റുകൾ വരെ ലഭിക്കാമെന്നും കോൺഗ്രസിന് 4 മുതൽ 5 സീറ്റുകൾ വരെ ലഭിക്കാമെന്നും AAPക്ക് അവിടെ 50 മുതൽ 53 സീറ്റുകൾ വരെ ലഭിക്കാമെന്നുള്ള കണക്കാണ്. അതേസമയം നിഖിൽ ജെയിൻ പറഞ്ഞത് അടിസ്ഥാനത്തിലാണെങ്കിൽ BJPക്ക് അവിടെ 25 മുതൽ 30 സീറ്റുകൾ വരെ ലഭിക്കാമെന്നും കോൺഗ്രസിന് അവിടെ 2 മുതൽ 5 സീറ്റുകൾ വരെ ലഭിക്കാമെന്നും AAPക്ക് അവിടെ 40 മുതൽ 45 സീറ്റുകൾ വരെ ലഭിക്കാമെന്നുള്ള കണക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും പല തരത്തിലുമുള്ള കണക്കുകൾ തന്നെയാണ് മാറ്റിയും തിരിച്ചും പുറത്തു വന്നത്. അപ്പോൾ ഈ പറഞ്ഞത് അടിസ്ഥാനത്തിൽ ഈ ഒരു രാഷ്ട്രീയ വിശകലനങ്ങളെല്ലാം തന്നെയും ഈ ഒരു തരത്തിലുള്ള ഒരു പൾസ്, ഡൽഹിയിലെ ആ ഒരു ഇലക്ഷൻ സ്പെഷ്യൽ ആ ഒരു തരത്തിലുള്ള ഒരു ഡൽഹി പൾസ്, ജനങ്ങളുടെ ആ ഒരു പൾസ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പൊളിറ്റിക്കൽ എക്സ്പേർട്സിൻ്റെ ഓരോ മറുപടിയും, അതിൽ ഈ സീറ്റിൻ്റെ കണക്കിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ BJPക്ക് ഒരു കാര്യം ഉറപ്പാണ്, BJPക്ക് അവിടെ സീറ്റുകൾ വളരെ വലിയ തോതിൽ ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പല പൊളിറ്റിക്കൽ എക്സ്പേർട്സും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അത് ചിലപ്പോൾ വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ടും ഒരു അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ടും എത്തിയേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയേക്കാം. പക്ഷേ ഇവിടെ AAP സംബന്ധിച്ചിടത്തോളം എന്തായാലും അവർക്ക് ഇത്തവണ സീറ്റ് കുറയുമെന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമെന്ന് പറയുന്നത്. ചിലപ്പോൾ അവർ ഒരു തരത്തിൽ ഈ പറയുന്ന അവിടുത്തെ ഭരണം നിലനിർത്തിയേക്കാം. അതും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഇല്ലാതെ അവർ ചിലപ്പോൾ ഭൂരിപക്ഷം മറികടന്നേക്കാം. അതല്ലെങ്കിൽ അവർ BJPക്ക് പിന്നിൽ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം എന്നുള്ള തരത്തിലും രാഷ്ട്രീയ നിരീക്ഷകർ, പൊളിറ്റിക്കൽ എക്സ്പേർട്സ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിന് വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമൊന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്ന കണക്കടിസ്ഥാനത്തിലാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിന് ഇപ്പോൾ ഈ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ 2 മുതൽ 5 സീറ്റുകൾ വരെയെന്നും 0 മുതൽ 7 സീറ്റുകൾ വരെയെന്നും 4 മുതൽ 5 സീറ്റുകൾ വരെയെന്നും 2 മുതൽ 4 സീറ്റുകൾ വരെയെന്നും പറയുന്നുണ്ട്. അതിൽ തന്നെ കോൺഗ്രസിന് അല്ലാതെ വന്ന സർവേ റിസൾട്ടുകളിൽ പോലും പറയുന്നുണ്ട് കോൺഗ്രസിന് സീറ്റുകളൊന്നും തന്നെ ലഭിക്കില്ല എന്നുള്ള തരത്തിൽ. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലനമൊന്നും അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതും വ്യക്തമാണ്. അതോടൊപ്പം തന്നെ AAP വോട്ടുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് കൊണ്ട് തന്നെയും പലതരത്തിൽ സ്പ്ലിറ്റായി പോകാനും അവിടെ വളരെ വലിയ തോതിലുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഒരു നേട്ടമുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് മാറാനായിട്ട് സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 8 സീറ്റുകൾ മാത്രമാണ് BJPക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചത്. ആ 8-ൽ നിന്നും വലിയൊരു കുതിപ്പ് എന്തായാലും ഇത്തവണ ഉണ്ടാകുമെന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു ഡൽഹിയിലത്തെ കാര്യമെന്ന് പറയുന്നത്. അത് വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് ആ സീറ്റ്
സീറ്റുകളുടെ എണ്ണം കൂടുമോ, അതല്ല ഈ പറയുന്ന തരത്തിൽ AAP വിറപ്പിക്കുന്ന തരത്തിലോട്ട് ആ സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു വർധനമുണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ വമ്പൻ അട്ടിമറികൾക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ അവിടെ അലയടിക്കുന്നുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് BJP പ്രചരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയാം. തീർച്ചയായിട്ടും ഡൽഹിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, കെജ്രിവാൾ ഇത്തവണ വീഴുമോ അതോ വാഴുമോ എന്നുള്ളതും BJP ഒരു അട്ടിമറി നേട്ടം അവിടെ ഉണ്ടാക്കുമോ എന്നുള്ളതും കോൺഗ്രസിന് ഒരു സീറ്റെങ്കിലും അവിടെ നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും കോൺഗ്രസിന് ഒരു ചലനം അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതും തീർച്ചയായിട്ടും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്.